ഹോർമുസിന്റെ ഇരുവശത്തും കുടുങ്ങിക്കിടക്കുന്ന കപ്പലുകളെ സൈനിക അകമ്പടിയോടെ മോചിപ്പിക്കാനുള്ള US നടപടിയായ പ്രോജക്ട് ഫ്രീഡം തൽക്കാലം നിർത്തിവെക്കുന്നതായി പ്രസിഡന്റ് ട്രംപ്. ഡീലാകാമെന്ന ഇറാന്റെ നിലപാടും പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ അഭ്യർത്ഥനയും മാനിച്ചാണ് തീരുമാനമെന്ന് ട്രംപ് ട്രൂത്ത് സോഷ്യൽ പറഞ്ഞു. പാകിസ്ഥാൻ അടക്കം ചില രാജ്യങ്ങൾ അഭ്യർത്ഥിച്ചതിനാൽ പ്രോജക്ട് ഫ്രീഡം ഹ്രസ്വകാലത്തേക്ക് നിർത്തിവെക്കുകയാണ്. ഇറാനെതിരായ US-ന്റെ സൈനിക നടപടി ഗംഭീര വിജയമായിരുന്നു. ഇറാനുമായി സമ്പൂർണ്ണവും അന്തിമവുമായ ഡീലിലേക്ക് നീങ്ങുകയാണ് എന്ന് മറ്റുമാണ് ട്രംപ് ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത്. എപ്പിക് ഫ്യൂറി ഇനി എക്കണോമിക് ഫ്യൂറി ആകും എന്നുള്ള ട്രംപിന്റെ പ്രഖ്യാപനം അടക്കമാണ് അതിനുശേഷമാണ് US-ന്റെ നിലപാട് ഇപ്പോൾ മാറുന്നത് എന്നുള്ളതാണ്. എപ്പിക് ഫ്യൂറി പോരാട്ടം അവസാനിച്ചുവെന്നും ഇനി എക്കണോമിക് ഫ്യൂറിയാണെന്നുമൊക്കെയാണ് മാർക്കോ റൂബിയോ അഭിപ്രായപ്പെട്ടിരുന്നത്. നമ്മോടൊപ്പം BV വിനോദ് ചേരുന്നു. വിനോദ്, ഇപ്പോൾ മനസ്സിലാക്കേണ്ടത് ഒരു വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ നേരത്തെ എത്തിയിരുന്നു. ഇപ്പോൾ ഇനി ആക്രമണം ഉണ്ടാകില്ല എന്ന് പറയുമ്പോൾ അത് വിശ്വസിച്ച് എന്തെങ്കിലും തരത്തിലുള്ള പ്രതികരണം ഇറാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടോ? അത് മാത്രമല്ല, എന്തെങ്കിലും പ്രകോപനം ഉണ്ടായാൽ തിരിച്ചടിക്കുമെന്ന് ഇപ്പോഴും പറയുന്നുമുണ്ട്. രഞ്ജിത്ത്, പശ്ചിമേഷ്യയിൽ സമാധാനം പുലരുമെന്നതിൻ്റെ ചില സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ ഫെബ്രുവരിയിലാണ് ആദ്യത്തെ സൈനിക നടപടി ആരംഭിക്കുന്നത്. എപ്പിക് ഫ്യൂരി എന്ന പേരിലുള്ള സൈനിക നടപടി അവസാനിപ്പിക്കുന്നുവെന്ന് മാർക്ക് റൂബിയോ, അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറിയാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന വന്നു കഴിഞ്ഞു. അതോടൊപ്പം തന്നെയാണ് ഹോർമൂസിലെ പ്രോജക്ട് ഫ്രീഡം എന്ന പേരിൽ നടത്തിക്കൊണ്ടിരുന്ന സൈനിക നടപടി, അത് കപ്പലുകൾ കടത്തിവിടാത്തതിനെ തുടർന്ന് ഇറാനുമായുള്ള സംഘർഷം തുടർന്നു പോകുന്നൊരു സാഹചര്യം. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് പ്രോജക്ട് ഫ്രീഡം പ്രഖ്യാപിച്ചത്. ഇങ്ങനെയുള്ള രണ്ട് സൈനിക നടപടികളും അവസാനിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനമാണ് ഇപ്പോൾ അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. നമ്മളെയൊക്കെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷ നൽകുന്ന ആശാവഹമായ ഒരു സാഹചര്യമാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ UAE-യിൽ ഇറാൻ്റെ ആക്രമണം ഉണ്ടായിരുന്നു. അതിൽ 3 ഇന്ത്യക്കാർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഫുജേറയിൽ അഗ്നിബാധ ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അങ്ങനെ വീണ്ടും പശ്ചിമേഷ്യയിൽ യുദ്ധം മൂർച്ഛിക്കും, അല്ലെങ്കിൽ അങ്ങനെ സംഘർഷം മറ്റൊരു തരത്തിലേക്ക് മാറുമെന്ന ഭീതിയും ആശങ്കയും ഒക്കെ നിലനിന്നിരുന്നൊരു സാഹചര്യമാണ്. അവിടെയാണ് ഇപ്പോൾ ഒരു സമാധാനത്തിൻ്റെ പതാക വീശിക്കൊണ്ടുള്ള അമേരിക്കയുടെ നടപടി ഉണ്ടാകുന്നത്. പക്ഷേ ഇറാൻ ഇതിനോട് ഔദ്യോഗികമായി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഇറാൻ്റെ 14 ആവശ്യങ്ങളുണ്ട്, അവർ ഉപാധികൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിൽ അനുകൂലമായൊരു തീരുമാനം അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. എന്നാൽ വെടിനിർത്തൽ തുടരുന്നു എന്നതിനപ്പുറത്തേക്ക് ഈ യുദ്ധം അവസാനിപ്പിക്കുന്നു എന്ന പ്രഖ്യാപനം, അല്ലെങ്കിൽ ആ പദ്ധതികൾ, അങ്ങനെ നേരത്തെ അവർ ലക്ഷ്യം വെച്ച പദ്ധതികൾ അവസാനിപ്പിക്കുന്നു, ആ നീക്കം അവസാനിപ്പിക്കുന്നു എന്ന പ്രഖ്യാപനം വരുന്നു. ട്രംപിൻ്റെ കൂടി പ്രഖ്യാപനമുണ്ട് ഇക്കാര്യത്തിൽ. അതൊരു എക്കണോമിക് ഫ്രീഡം എന്ന തരത്തിലേക്ക് ഈ കാര്യങ്ങൾ മാറുകയാണ്. അതായത് ഹോർമൂസിലെ തർക്കങ്ങൾ അവസാനിച്ചിട്ടില്ല, പക്ഷേ അവിടെ ഇനി ഒരു സൈനിക നടപടി ഉണ്ടാകില്ല എന്ന് അമേരിക്ക പറയുന്നു. എന്നാൽ അവിടെ കുടുങ്ങിക്കിടക്കുന്ന 600ഓളം കപ്പലുകളുണ്ട്, വിവിധ രാജ്യങ്ങളുടെ കപ്പലുകളുണ്ട്. ഈ കപ്പലുകളെ മോചിപ്പിക്കുക, തുടർന്നും അവിടെ നിന്ന് ഇന്ധനവുമായി കപ്പലുകൾക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന തരത്തിലുള്ള സാഹചര്യം സൃഷ്ടിക്കുക, അതിനുള്ള നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് അമേരിക്ക പറയുകയും ചെയ്യുന്നു. ഇറാൻ എങ്ങനെ ഇതിനോട് പ്രതികരിക്കും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, ഹിസ്ബുള്ളയ്ക്കും അതോടൊപ്പം തന്നെ ഹൂതികൾക്കുമൊക്കെ വലിയ തോതിൽ ഇറാൻ സഹായം ചെയ്യുന്നു എന്ന പേരിൽ ഇസ്രായേലിൻ്റെ ആവശ്യത്തോടു കൂടി അനുകൂലമായി പ്രതികരിച്ചുകൊണ്ടാണ് അമേരിക്ക ഈ യുദ്ധത്തിൻ്റെ ഭാഗമാകുന്നത്. ഇസ്രായേൽ അമേരിക്കൻ സഖ്യസേന ഇറാനിലേക്ക് തുടരെ ആക്രമണം നടത്തുന്നു, ലെബനനിലേക്കും മറ്റ് രാജ്യങ്ങളിലേക്കും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.